ഉണ്ണിക്കുട്ടൻ നല്ല തിരക്കിലാണ് കേട്ടോ. അവൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണതും ബാഗൊക്കെ റെഡിയാക്കി വെക്കണതൊക്കെ എങ്ങടാന്നറിയോ? ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എൻ്റെ വീട് നെല്ലായാണ്, ചെറുപ്പശ്ശേരിക്കടുത്ത്. അപ്പോൾ അവൻ്റെ പിറന്നാളിൻ്റെ മിഠായി അവിടെ ചെല്ലുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്ക് കേട്ടോ അവൻ. നെല്ലായിക്ക് പോവുക പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് രണ്ടാൾക്കും. അപ്പോൾ അവൻ ബ്രഷൊക്കെ പാക്കിങ് ചെയ്യണതും ഡ്രസ്സ് എടുത്തേക്കലൊക്കെ അവൻ്റെ പണിയാണ് കേട്ടോ. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വരുന്നുണ്ട് കേട്ടോ. അവൻ വിചാരിച്ച് 2 ദിവസമൊക്കെ അവിടെ നിൽക്കുന്നതാണ്. അവിടെ വിശേഷം എന്താണെങ്കിൽ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. 6:30 കഴിഞ്ഞിട്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് എൻ്റെ തറവാട്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കസിൻസും അമ്മായിമാരും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതാണ് എൻ്റെ അച്ഛമ്മ. തറവാട് ഇപ്പോൾ പുതുക്കി പണിഞ്ഞിട്ട് 2-3 വർഷമായിട്ടായിട്ടുള്ളൂ. തറവാടിന് നേരെ താഴെയാണ് കേട്ടോ എൻ്റെ വീട്. അച്ഛൻ ഓർമ്മയായിട്ട് ഇപ്പോൾ 10 വർഷമായി. എല്ലാ വർഷവും ഇതുപോലെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടാറുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത് അച്ഛമ്മയ്ക്ക് നല്ല സന്തോഷമാണ്. പിന്നെ കുറച്ച് നേരം അച്ഛനെ മനസ്സിൽ വിചാരിച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കും. അച്ഛൻ നല്ല വിശ്വാസിയായിരുന്നു കേട്ടോ. എപ്പോഴും നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഓർമ്മ ഫുള്ള് നഷ്ടപ്പെട്ടാലും ആ നാമജപം മാത്രം നിന്നിരുന്നില്ല കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു പോയി. ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ മിഠായി കൊടുക്കുകയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ. അതായത് ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അച്ഛൻ്റെ ഓർമ്മ ദിവസം. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടോ. പക്ഷേ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം ലോങ് വീഡിയോ ഒന്നും നിന്നിരുന്നില്ല. വീഡിയോ എടുത്തത് അമ്മൂട്ടരുടെ ഫോണിലും ഏട്ടൻ്റെ ഫോണിലൊക്കെ ആയിരുന്നു. എൻ്റെ ഫോൺ കംപ്ലൈൻറ്റ് കാരണം ഈ വീഡിയോസ് ഇടാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അതാണ് ഇത്രയും ദിവസം വൈകിയത്. സ്റ്റോറേജ് ഇല്ല പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഡിലീറ്റ് ആക്കേണ്ടി വന്നു കേട്ടോ. എന്നിട്ടും അതിൽ സ്റ്റോറേജ് കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാനൊരു ഫോൺ വാങ്ങിച്ചു കേട്ടോ. ഇപ്പോൾ ആ ഫോണിലാണ് എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയത്. വിശേഷ ദിവസങ്ങളും അല്ലെങ്കിലും ഒക്കെ ഇടയ്ക്കൊക്കെ അച്ഛമ്മ വന്നിട്ട് എല്ലാവരും കണ്ടുപോകുമെങ്കിലും ഈ ദിവസമാണ് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ അച്ഛമ്മ ഈ ദിവസത്തിൻ്റെ മുന്നേ, അതായത് 2-3 മാസം മുന്നേ തുടങ്ങും. എല്ലാവരും ഒന്ന് വരണം കേട്ടോ, മറക്കരുത് ആരും, എല്ലാവരും വരണം, എന്നാലേ അച്ഛന് സന്തോഷമാവുമോ എന്നൊക്കെ പറയും. ഇപ്പോൾ കുറച്ചായിട്ട് അച്ഛമ്മയ്ക്കും കുറച്ച് ഓർമ്മക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. വയസ്സായില്ലേ, അതിൻ്റെ ആവും. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ അനിയത്തിയും കുട്ടികളും ഹസ്ബൻഡൊക്കെ വന്നത്. എന്നിട്ട് അവർ കടയൊക്കെ അടച്ച് വന്നപ്പോഴേക്കും നേരം വൈകി. ശിവാനിക്കുട്ടി ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അമ്മായിയും പിന്നെ തറവാട്ടിലുള്ള ചെറിയ ചെറിയച്ഛൻ്റെ മോനാണ് കേട്ടോ. ഇത് വേറെ ചെറിയച്ഛൻ്റെ മോനാണ്. ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാളിൻ്റെ പായസം ഞങ്ങൾ കുറച്ച് മാറ്റി വയ്ക്കും കേട്ടോ അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ. അച്ഛമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് പായസം. അത് എല്ലാ വർഷവും ഞങ്ങളങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ പായസം എവിടെ ഉണ്ണിക്കുട്ടാന്ന് അച്ഛമ്മ ചോദിച്ച് വാങ്ങിക്കും കേട്ടോ. ഇങ്ങനെ അച്ഛൻ്റെ പേരിൽ എല്ലാവരും കൂടി ഒരു ദിവസം ഒരു വർഷത്തിലൊരിക്കലും ഇങ്ങനെ ഒത്തുകൂടും കേട്ടോ. 2-3 പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവരിതാ വീഡിയോ കോൾ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഒത്തുകൂടുമ്പോൾ അത് നമ്മുടെ സ്നേഹബന്ധത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഒരു കെട്ടുറപ്പും കൂടിയാണ് അല്ലേ. അപ്പോൾ ഇതാ ഉണ്ണിക്കുട്ടൻ ഞങ്ങൾക്ക് ചോറൊക്കെ വിളമ്പി തരാണ് കേട്ടോ. അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ വിളമ്പി തരാനൊക്കെ.
അച്ഛൻ എപ്പോഴും താഴ്ത്തിരുന്നിട്ടാട്ടോ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അച്ഛൻ അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. അമ്മായിമാരൊക്കെ വൈകുന്നേരം ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ അവരപ്പം തന്നെ പോകാറുണ്ട് കേട്ടോ. എനിക്ക് 2 അമ്മായിമാരും 2 ചെറിയച്ഛന്മാരും കേട്ടോ ഉള്ളത്. ഉണ്ണിക്കുട്ടൻ അത് അവർ യാത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ നിന്ന് അച്ഛമ്മോടും യാത്ര പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. നാളെ രാവിലെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അനിയത്തിയും പൂ തന്നെയാണ്. അവിടുത്തെ അമ്മ അവിടെ ഒറ്റയ്ക്കാണ് പറഞ്ഞിട്ട് അവളും രാത്രി തന്നെ പോയി കേട്ടോ. കുട്ടികൾക്ക് പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം പിന്നെ പോവുക തന്നെയാണ്. അവിടെ വന്നാ മടിയാണ്. മടി ബാക്കിൽ നിന്ന് പറയും. അമ്മക്കും പോവാറുന്നു അല്ലേ? അമ്മക്കും പോവാറുന്നു. എന്താ ബുധനാഴ്ച? വ്യാഴാഴ്ച ഇല്ല. നോക്കട്ടെ, വണ്ടി പണിക്കാരനെ വണ്ടി കിട്ടിയവരാ. അങ്ങനെ അച്ഛൻ്റെ ഈ വർഷത്തെ ഓർമ്മ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയിട്ടോ. അപ്പോഴേക്ക് ഇതാ ഉണ്ണിക്കുട്ടന് ഉറക്കം വന്നിരുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. നല്ല ഭംഗിയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കാണാൻ. അതായത് ഫ്രണ്ടിൽ മൊത്തം അങ്ങനെ പാടം, വിശാലമായ പാടമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ റോഡും വന്നിട്ടുണ്ട്. ശരിക്കും ഞാനിതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് ഇപ്പോഴാണെന്ന് പറയാം കേട്ടോ. അതായത് കല്യാണം കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോയപ്പോഴാണ് കേട്ടോ ഞാൻ ശരിക്കും ഇവിടെയൊക്കെ മിസ് ചെയ്തത്. ഇവിടെ ഞങ്ങളെ വീടിൻ്റെ നേരെ മുന്നിൽ കാണുന്നത് ഒരു തോടുണ്ട് കേട്ടോ. ആ തോടിൻ്റെ അറ്റത്ത് അപ്പുറത്ത് ഭഗവതി ക്ഷേത്രം ഉണ്ടേ. പിന്നെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ശിവൻ്റെ അമ്പലമുണ്ട്. അങ്ങനെ 2-3 ക്ഷേത്രങ്ങളൊക്കെ അടുത്തടുത്തായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉമ്മറത്ത് ഇങ്ങനെ ഇരുന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയോ. ഇവിടെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നല്ല മനസ്സിന് നല്ല സന്തോഷം കേട്ടോ കിട്ടുക. ഇപ്പോൾ കൊയ്ത്തിൻ്റെ സമയമായതുകൊണ്ടാട്ടോ ഇങ്ങനെ, ഇല്ലെങ്കിൽ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും. നാളെ ഇവിടുത്തെ കൊയ്യാൻ വണ്ടി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ചാക്കുകളൊക്കെയാണ് ഉമ്മറത്തൊക്കെ ഇരിക്കണേ. ഇവിടെ വരുമ്പോഴാട്ടോ ഞങ്ങൾ കാറ് മുന്നിൽ ഇങ്ങനെ വീടിൻ്റെ മുന്നിൽ കാണുന്നത്. കുളപ്പുള്ളിയിലാവുമ്പോൾ വീടിൻ്റെ മുന്നിലേക്ക് കാറൊന്നും വരില്ല കേട്ടോ. അപ്പോൾ വലിയച്ഛൻ്റെ വീട്ടിലാണ് നിർത്താറ്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ആലോചിക്കുന്ന കാര്യം എന്താ അറിയുമോ, എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഇവിടെ പാടം തന്നെ ആയിരുന്നു കേട്ടോ. മുന്നിൽ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ബൈക്ക് വേറെ വീട്ടിൽ നിർത്തിയിട്ട് നടന്നിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരിക. ഏട്ടൻ എന്നിട്ട് എപ്പോഴും എന്നെ കളിയാക്കിയിട്ട് പറയൂ കേട്ടോ, അവിടെ വണ്ടി വരില്ലല്ലോ, ബൈക്ക് വരില്ലല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ. ഇപ്പം എന്തായാലും ഞങ്ങളെ വീടിൻ്റെ മുന്നിൽ കാറും വണ്ടിയും ലോറിയും ഒക്കെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് കളിയാക്കും കേട്ടോ. ഇപ്പോൾ കുളപ്പുള്ളിയിൽ വീട്ടിൽ ഇപ്പോൾ ഓട്ടോറിക്ഷയും ബൈക്കും ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ എന്ന് പറയും കേട്ടോ. ഇവിടെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൃഷിപ്പണിയാണ് കേട്ടോ. കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ പാട്ടത്തിനെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നെല്ല്, വാഴ, ചേന അങ്ങനെ കുറേ കാര്യങ്ങൾ കൃഷി ചെയ്യാണ് കേട്ടോ അവരിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും അവർക്ക് എപ്പോഴും പണിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് വീടൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. ഞങ്ങൾ 2 പെൺകുട്ടികളാണേ. അപ്പം ഞങ്ങൾ വീടിൻ്റെ കാര്യം പറയുമ്പോൾ ഒക്കെ ഞങ്ങൾക്ക് താമസിക്കാൻ ഈ വീട് തന്നെ ധാരാളമാണെന്ന് കേട്ടോ അവർ പറയുക. എന്നാലും നല്ലൊരു വീട് എന്നുള്ളത് ഞങ്ങളൊരു സ്വപ്നം തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പോരാനുള്ള പുറപ്പാടൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം അമ്മ കുറച്ച് പച്ചക്കറികളും കായ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആക്കി തരികയാണേ. ഇതൊക്കെ നമ്മുടെ പാടത്തുണ്ടായ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് വരുമ്പോൾ എന്തായാലും ഞങ്ങളൊരു ചാക്ക് സാധനങ്ങളുണ്ടാവും കേട്ടോ. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ തന്നെ ആവില്ലേ എല്ലാവരും. അച്ഛനും അമ്മയൊക്കെ എന്താ കൊണ്ടുപോകണ്ട് പറഞ്ഞ് നടക്കും കേട്ടോ. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. പിറ്റേ ദിവസം തന്നെ പോരുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ച് ദിവസം നിന്നിട്ട് വരികയാണെങ്കിൽ നല്ല സങ്കടമാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയുക കേട്ടോ.